അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കുമെന്നാണ് പഴഞ്ചൊല്ല്. ഇവിടെ ഏതാനും പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും അധികാരം കിട്ടിയപ്പോൾ തന്നെ UDF-ലെയും കോൺഗ്രസിലെയും തമ്മിൽ തല്ല് കാരണം വഴിയാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ക്രിസ്മസ് ആയിട്ട് പോലീസുകാർക്കോ മാധ്യമ പ്രവർത്തകർക്കോ ഒന്ന് ലീവ് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. എപ്പോഴാണ് അടി പൊട്ടുക എന്ന് പറയാൻ പറ്റില്ല എന്നതിനാൽ സംസ്ഥാനത്ത് നിലവിലുള്ള പോലീസ് ഫോഴ്സ് തന്നെ മതിയാകുമോ എന്നും സംശയമാണ്. യുദ്ധകാലത്ത് ലീവിന് നാട്ടിൽ പോയ സൈനികരെയും വിരമിച്ച സൈനികരെയും ഒക്കെ സർവീസിലേക്ക് തിരിച്ചു വിളിക്കേണ്ടി വരുന്ന പോലുള്ള അവസ്ഥ. കോർപ്പറേഷനിലെയും പഞ്ചായത്തിലെയും UDF സ്ഥാനമാനങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങിയാൽ അതിന്റെ ഇടയിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായാൽ പോലും ആൾക്കാരുടെ ശ്രദ്ധ മുഴുവൻ കോൺഗ്രസിലെ തമ്മിലടിയിലായിരിക്കും. കൊല്ലത്ത് തല്ല്, കൊച്ചിയിൽ കച്ചറ, തൃശ്ശൂര് കശപിശ എന്ന് വേണ്ട എവിടെയൊക്കെ UDF-ന് ഭരണം കിട്ടിയോ അവിടെയെല്ലാം കലഹം തന്നെ കലഹം. UDF-ലടി, കോൺഗ്രസിലടി, മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലടി. ചുരുക്കി പറഞ്ഞാൽ നാട്ടിലുള്ള കോൺഗ്രസുകാർക്കെല്ലാം സ്ഥാനങ്ങൾ കിട്ടി സംതൃപ്തി നേടണമെങ്കിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും ഓരോ ജില്ലകളായി പ്രഖ്യാപിക്കുക, ആ ജില്ലകളെ എല്ലാം കോർപ്പറേഷനായും പ്രഖ്യാപിക്കുക. നിലവിലുള്ള 14 ജില്ലകളുടെ സ്ഥാനത്ത് ഒരു 1500 ജില്ലയെങ്കിലും വന്നാൽ മാത്രമേ കോൺഗ്രസിലെ തമ്മിൽ തല്ല് അല്പമെങ്കിലും ശമിക്കൂ. എന്തായാലും ഇപ്പോഴത്തെ തമ്മിലടിക്ക് ശേഷം കോൺഗ്രസിലെ ജില്ലാ നേതാക്കൾക്കൊക്കെ നല്ല ഡിമാൻഡാണ്. പ്രാദേശികമായി മാത്രം അറിഞ്ഞവരെയൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ താരങ്ങളായി. പലർക്കും ഒറ്റ ദിവസം കൊണ്ട് സതീഷിനേക്കാളും ചെന്നിത്തലയെക്കാളും പ്രശസ്തി കിട്ടി. ഇനി തമ്മിൽ തല്ലൊക്കെ തീർന്ന് ഭരണം കിട്ടിയാൽ തന്നെ എത്ര കാലം ഇങ്ങനെ പോകുമെന്നതും കണ്ടറിയണം. മിക്കവാറും അവിടെയൊക്കെ പ്രതിപക്ഷത്തിരിക്കുന്ന LDF-ന് ഒന്നും ചെയ്യേണ്ടി വരില്ല. ആ പണി കൂടി കസാര കിട്ടാതെ പോയ കോൺഗ്രസുകാർ ചെയ്തോളും. പക്ഷേ യഥാർത്ഥ ആശങ്ക ഇതൊന്നുമല്ല. ഇവരെങ്ങാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ എന്താകും അവസ്ഥ? സത്യപ്രതിജ്ഞ കഴിയുന്നതുവരെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ മിക്കവാറും കേന്ദ്രസേനയുടെ കൂടെ സഹായം തേടേണ്ടി വരും.